ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു കഡിൽ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കണ്ടന്റ് ഒക്കെയാണ്, പക്ഷേ ദ കൺസെപ്റ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു റൊമാൻറ്റിസൈസ് ലൈഫ്, അല്ലെങ്കിൽ ട്രൈയിങ് ടു റൊമാൻറ്റിസൈസ് എ നോർമൽ ഡേ. എൻ്റെ വീഡിയോസ് കാണുന്നതിൽ ഭൂരിഭാഗം പേരും കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിസൈസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. എന്താ റൊമാൻറ്റിസൈസിങ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഡെഫിനിഷൻ പോലെ പറയാന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അർത്ഥത്തിൽ റൊമാൻറ്റിസൈസിങ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ റൊമാൻറ്റിസൈസിങ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ദിവസം പുതിയതായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നമ്മൾ എവറി ഡേ ലൈഫിൽ എന്താണ് ചെയ്യാറുള്ളത് ആ ഒരു നോർമൽ കാര്യം തന്നെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റൊമാൻറ്റിസൈസിങ് എന്ന് പറയാറ്. ഡേ ഇൻ മൈ ലൈഫൊക്കെ നമ്മൾ നോർമലി ചെയ്യുമെങ്കിലും ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം റൊമാൻറ്റിസൈസിങ് എന്നൊരു കാര്യം എൻ്റെ തലയിൽ കയറ്റി വെച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഓരോ കാര്യങ്ങളും ഞാൻ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് ഇഷ്ടപ്പെട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇതാ ഈ ഒരു പ്ലേറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത്രയും കാലം അമേരിക്കൻ ജോബ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ എന്താ പറയുക, ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇത്രയും കളർഫുള്ളാണ്, അല്ലെങ്കിൽ അത് ഈ ഒരു പ്ലേറ്റിൽ വെച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മീൻസ് ഒരു കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, റെഡ് വൈറ്റ് ഗ്രീൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോർമൽ ഡേയിലൊന്നും നമ്മളിതൊന്നും ശ്രദ്ധിക്കുകയില്ല. എല്ലാം ചെയ്യുക, പണി കഴിക്കുക, പോവുക എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. റൊമാൻറ്റിസൈസിങ് എന്നൊരു കൺസെപ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അങ്ങനെ ശ്രദ്ധിക്കുന്നത് വഴി ഏറ്റവും ഒരു ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്താൻ തുടങ്ങും. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഫസ്റ്റ് ഒക്കെ അബ്രോഡുള്ള ചാനൽസിലാണ് ഈ റൊമാൻറ്റിസൈസിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊമാൻറ്റിസൈസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ചുറ്റുപാട് വേണം, അതിനുള്ള ലിവിങ് ലൈഫ് സ്റ്റൈൽ വേണം, അങ്ങനെ കുറേ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് നോവൽ ബുക്സിലൊക്കെ ഉള്ള പോലത്തെ ക്യാരക്ടേഴ്സ്, ആ ഒരു സ്ഥലം, അതൊക്കെയാണ് എൻ്റെ തലയിൽ റൊമാൻറ്റിസൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ വരാറുള്ളത്. അപ്പോഴൊക്കെ എൻ്റെ തലയിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് റൊമാൻറ്റിസൈസ് ചെയ്യാനാണ്, എന്തപ്പോൾ ചെയ്യാനുള്ളത്, ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് അങ്ങനെ ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യാനായിട്ട് നമ്മൾ വല്ലവരുടെയും പോവുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഭയങ്കര എസ്തെറ്റിക് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ എവറിഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് സന്തോഷത്തോടെ ചെയ്താൽ തന്നെ അത് റൊമാൻറ്റിസൈസിങ് ആയി. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഈ റൊമാൻറ്റിസൈസിങ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം ചെയ്തൊരു സംഭവമായിരുന്നു ഇത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരു അമേരിക്കൻ ജോബ്സ് ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. 잘 들어요. 아니 여기도 안 계시래요? ഈ ഒരു ദിവസമായിരുന്നു റൊമാൻറ്റിസൈസിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഫുൾ ഡേ കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റത്. ആൻഡ് ദ വെരി ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. കാരണം ഞാൻ പേഴ്സണലി പുറത്തിറങ്ങാറേ ഇല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫോൺ നോക്കും, നേരെ മുകളിൽ പോവും, ക്രാഫ്റ്റ് ചെയ്യും, ഫോൺ നോക്കും. ഇതന്നെയാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. ആകെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ മാത്രമാണ് ഞാനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് മുതലുള്ള എൻ്റെ തീരുമാനം ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും പുറത്തിറങ്ങി ഒന്ന് വെയിൽ കൊള്ളുക. അങ്ങനെ ഒന്ന് വെറുതെ പുറത്തിറങ്ങിയപ്പോൾ എന്തൊക്കെയാ കാഴ്ചകൾ ഇതേ കിടക്കണടാ. എൻ്റെ 9ാം ക്ലാസ്സിൽ ഒരു ID കാർഡ്. വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് മുരിങ്ങൊക്കെ വെച്ചിട്ടുള്ള കറികളാണ് കൂടുതലും ഉള്ളത്. ഇപ്പൊ പുറത്തിറങ്ങി നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് എന്തുകൊണ്ടാണ് ഡെയിലി മുരിങ്ങക്കയൊക്കെ വെക്കണമെന്ന്. എൻ്റെ റൂമിൽ 2 വലിയ ജനലാണ് ഉള്ളത്. ജനലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഡെസ്കും ഉള്ളത്. പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആ ജനലിൽ കൂടെ ഞാൻ പുറത്തു നോക്കി എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെയാ കാഴ്ചകൾ എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി ആലോചിക്കുമായിരുന്നു, ഇത്രയും 2 വലിയ ജനലുണ്ടായിട്ട് ഞാൻ ഇന്നേ വരെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് നോക്കിയിട്ട് പോലും ഇല്ലേന്ന്.
ആസ് എ പാർട്ട് ഓഫ് റൊമാൻറ്റിസൈസിങ് ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ചെടികളെയൊക്കെ നോക്കി പരിപാലിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എപ്പോഴും പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇന്നേ വരെ പ്ലാന്റ്സ് നട്ട് വളർത്ത് നോക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് റൂമിലൊക്കെ പ്ലാന്റ്സ് ഇരിക്കണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മീൻസ് റൂം മൊത്തം ഒരു ലൈവ്ലിനെസ് ഫീൽ ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോൺസ്റ്റർ പ്ലാന്റ് കുറേ കാലമായിട്ട് ഞാൻ നോക്കി വെച്ചതാണ്. പക്ഷേ എനിക്ക് ചെടിയിലോടൊന്നും ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ വളർത്താൻ എന്നുള്ള രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ട വെച്ചതാണ്. പക്ഷെ എന്നാലും ഇനി മുതൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെടിയൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്യണത്. ഞാൻ എപ്പോഴും ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാറുള്ളത് രാത്രി കിടക്കണതിന് മുമ്പാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ ഒരു ദിവസം ഫുൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടൊരു ക്ലിയർ കട്ട് ഇമേജ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ തലേദിവസം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര കോസി ആയിട്ട് റൂമിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് ആയ സമയത്ത് ഈ ലൈറ്റൊക്കെ പറിച്ചുകൊണ്ട് താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു കോസി അറ്റ്മോസ്ഫിയർ സെറ്റാക്കാമെന്ന്. My inner child never got to experience going out when it was over. Now, when I do have the freedom, I spend it, if not better. I remember when I was younger, she would always say like, oh, your sister looks like. പിന്നെ നൈറ്റ് കുറച്ച് കപ്പയും മീൻകറിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ തട്ടി നല്ല അടിപൊളിയായിട്ടിരുന്നു. എനിക്ക് പറയാനാണെങ്കിൽ ഈ ഒരു ഡേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടെ ഞാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലൗഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ ദിവസം തന്നെ, ഈ വീഡിയോ കഴിഞ്ഞത് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കാനായിട്ട് മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.